മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. സാക്ഷാൽ മോഹൻലാൽ. മമ്മൂട്ടി രണ്ടാം സ്ഥാനത്താണ്. കോടികൾ ആസ്തിയുള്ള മോഹൻലാലിന് ഊട്ടി, കൊച്ചി, ദുബായ് എന്നിവിടങ്ങളിൽ നിരവധി ആഡംബര വീടുകളുണ്ട്. ആ വീടുകളെക്കുറിച്ച് അറിഞ്ഞാലോ? കൊച്ചിയിൽ മമ്മൂട്ടി പണിത പുതിയ വീടിന്റെ ചിത്രങ്ങളെല്ലാം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ മമ്മൂട്ടിക്ക് മാത്രമല്ല മോഹൻലാലും കൊച്ചിയിൽ ഹൃദയഹാരിയായ വസതിയുണ്ട്. അതും കായൽ തീരത്ത്. തേവരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവ് പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് പണിതത്. നോ ബ്രോക്കർ ടൈംസ് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് പ്രകൃതിയോടിണങ്ങിയ ഒരു അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്ന ഈ വീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാസൃഷ്ടികളും പുരാവസ്തുക്കളും കൊണ്ട് അലങ്കരിച്ചതാണ്. ഈ വീട് മാത്രമല്ല, കൊച്ചിയിൽ അദ്ദേഹത്തിന് 9,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മറ്റൊരു ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റ് ഉണ്ട്. ആധുനിക വാസ്തുവിദ്യ ഉത്തമ ഉദാഹരണമാണെന്ന് ടൈംസ് ഓഫ് എന്റർടൈൻമെന്റ് ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സമകാലീന ശൈലിയിൽ അലങ്കാരങ്ങളാണത്രേ ഈ അപ്പാർട്ട്മെന്റിന്റെ പ്രധാന സവിശേഷത. ഊട്ടിയിലും മോഹൻലാലിന് ഒരു വസതിയുണ്ട്. താരത്തിന്റെ അവധിക്കാല വില്ലയാണത്രേ ഇത്. കുടുംബത്തിനൊപ്പം വിശ്രമിക്കാനും ശാന്തമായ നിമിഷങ്ങൾ ചെലവഴിക്കാനും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഈ 3 കിടപ്പുറകളുള്ള വില്ല നൽകുന്നത്. ഇന്ത്യക്ക് പുറത്തും താരത്തിന് ആഡംബര ഫ്ളാറ്റുകളുണ്ട്. ദുബായിലാണ് ആർ.പി. ഹൈറ്റ്സിന്റെ ഒരു കെട്ടിടത്തിൽ ഫ്ളാറ്റ് ഏകദേശം 4,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഏകദേശം 25 കോടി രൂപ വിലമതിക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് ഉൾവശം ആധുനിക രൂപകൽപ്പനയിലാണ് ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ ആകെ ആസ്തി ഏകദേശം 50 കോടി, അതായത് 50 മില്യൺ US ഡോളറാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതായത് ഏകദേശം 400 മുതൽ 450 കോടി രൂപ വരെ. ഒരു സിനിമയ്ക്ക് നടൻ വാങ്ങുന്ന പ്രതിഫലം 15 കോടി വരെയാണ്. സിനിമയ്ക്ക് പുറമെ ബ്രാൻഡ്സ് എൻഡോഴ്സ്മെന്റും ടെലിവിഷൻ ഷോകൾ എന്നിവയിൽ നിന്നും അദ്ദേഹത്തിന് വലിയ വരുമാനം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ബിഗ് ബോസ് സീസൺ അദ്ദേഹത്തിന്റെ പ്രതിഫലം 20 കോടിയാണെന്ന് വരെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സിനിമാ നിർമ്മാണ സ്റ്റുഡിയോ, മൾട്ടിപ്ലക്സ് തിയേറ്റർ ശൃംഖല, റെസ്റ്റോറന്റുകൾ, ഭൂമി അടക്കമുള്ള മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം ഉള്ള വിവിധ ബിസിനസ് സംരംഭങ്ങളും എന്നിവയെല്ലാം അദ്ദേഹത്തിന് വരുമാനമുണ്ട്.